പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ നിർബന്ധമായിട്ടും സേവ് ചെയ്ത് വെച്ചോ. ഞാൻ ഇതുവരെ നിങ്ങളോട് ഇങ്ങനെയൊരു കാര്യം പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഒരുപാട് ആൾക്കാർ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളുണ്ട്. പുറത്ത് പറയാൻ പറ്റാത്ത അത്രയും ബുദ്ധിമുട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളെ ശരീരത്തിലും. അതുതന്നെ മാനസികമായിട്ടും നമുക്ക് പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ അതിനെല്ലാം ഉള്ള ഒരു പരിഹാരം, അതും വളരെ ചെറിയ ചിലവിൽ, വെറും 50 രൂപ ചിലവിൽ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യം ഞാൻ പറയാൻ പോകുന്നത്. അത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ റിസൾട്ട് കിട്ടും. ഒരുപാട് കാലമൊന്നും നമ്മൾ കാത്തു നിൽക്കണ്ട. നമുക്ക് നമ്മുടെ സമൂഹത്തിൽ അനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങൾ, വയറ് പുകച്ചൽ, ഗ്യാസ്, നെഞ്ചിരിച്ചൽ, കീഴ്വായു പോവുക, ഏമ്പക്കം വിടുക, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കാത്ത ആൾക്കാരില്ലല്ലോ അല്ലേ? ഞാനും ഒരുപാട് അനുഭവിച്ച് തന്നെയാണ് പലതരം കാര്യങ്ങൾ നോക്കിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അമ്മാവൻ പറയായിരുന്നു, വയറുവേദനക്കും വയറെരിച്ചലിനും മൂത്രത്തിൻ്റെ പ്രശ്നങ്ങൾക്കും എല്ലാം പരിഹാരമായിട്ട് ഒരേ ഒരു മരുന്നാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ഈ മരുന്ന് അറിയപ്പെടുന്നതെന്ന് പറഞ്ഞാൽ മൂത്രത്തിൻ്റെ പ്രശ്നങ്ങൾ 95% മാറ്റിക്കിട്ടുന്ന ഒരു പ്രശ്നമായിട്ടാണ് ഈ ഒരു മരുന്ന് അറിയപ്പെട്ടത്. എന്താണെന്നല്ലേ, ഇതാ ഈ കാണുന്ന ഞെരിഞ്ഞിലാണ്. ഈ ഞെരിഞ്ഞിൽ മൂത്ര സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. അതേപോലെ തന്നെ എൻ്റെ അമ്മാവൻ പറഞ്ഞതാണ്, ഈ വയറ്റിലെ പ്രശ്നങ്ങൾക്കും എല്ലാം നല്ലതാണെന്ന് പറഞ്ഞ്. പിന്നെ കിഡ്നിയൊക്കെ ക്ലീനാക്കും, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനെക്കൊണ്ട്. അപ്പോൾ ഞാനിങ്ങനെ വെബ് സീരീസിൻ്റെ ഷൂട്ടിന് വേണ്ടിയിട്ട് പോയിട്ട് ഒരു ദിവസം രാവിലെ എൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഞാൻ വെറും വെള്ളം മാത്രമേ കുടിച്ചിട്ടുള്ളൂ. പിന്നെ വീട്ടിലെത്തുന്നത് രാത്രി 2 മണിക്കാണ്. അതുവരെ ലൊക്കേഷനിൽ എനിക്കെന്നല്ല, അവിടെ ആർക്കും ഫുഡൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരു രാത്രി 12 മണിക്കാണ് കട്ടൻ ചായയും മിക്സ്ചറും മാത്രം കഴിക്കാൻ കിട്ടിയത്. അങ്ങനെ വയറ് വീർത്ത്, ഭയങ്കരമായിട്ട് വയറ് വീർത്ത്, വയറ്റിൽ എന്തോ വന്ന് പെട്ട പോലത്തെ ഒരു അവസ്ഥ അന്നുണ്ടായി. പിന്നെ അതുമുതൽ 2-3 വർഷം ഇതുകൊണ്ട് ഞാൻ വളരെയധികം കഷ്ടപ്പെട്ടു. ഒരുപാട് ഡോക്ടറെ കാണിച്ചു, ഒരുപാട് മരുന്ന് കഴിച്ചു, ഇംഗ്ലീഷ്, ആയുർവേദം, അതുപോലെ ഹോമിയോ, ഇതെല്ലാം കഴിച്ചിട്ടും എനിക്ക് വ്യത്യാസമില്ല. അതുമാത്രമല്ല, വയറ്റിൽ എനിക്ക് ക്യാൻസറോ മറ്റോ ഉണ്ടെന്ന് 100% ഉറപ്പിച്ചിട്ട് ഞാൻ ഡോക്ടറോട് പോയി പറഞ്ഞു. ഗാസ്ട്രോ ഡോക്ടറെ കണ്ടു. പല ഡോക്ടറെയും കണ്ടതിന് ശേഷം ഗാസ്ട്രോനെ കാണിച്ചു. ഗാസ്ട്രോ പറഞ്ഞു, നമുക്ക് ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്കങ്ങനെ പ്രത്യേകമായിട്ടൊന്നും കാണുന്നൊന്നുമില്ല, എന്നാൽ എൻഡോസ്കോപ്പി ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ അത് അങ്ങോട്ട് പറയാനാണ് വന്നത്, എൻഡോസ്കോപ്പി ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ആദ്യം പറഞ്ഞ്, വായിലൂടെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. വായിലൂടെ ചെയ്തിട്ട് അതിൽ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു പ്രശ്നവുമില്ല. എന്നിട്ടും എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് ഇതുണ്ടാക്കുന്നത്. എപ്പോഴും വയറിൽ പോച്ചലും, വയറ്റുന്നതുപോലെ ഇങ്ങനെ സൗണ്ട് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക, അതുപോലെ ഗ്യാസ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ നിങ്ങളും അനുഭവിക്കുന്നില്ലേ? എനിക്കിതിനൊന്നും ഒരു വ്യത്യാസം ഉണ്ടായിട്ടില്ല. അങ്ങനെ വീണ്ടും ഞാൻ മറ്റൊരു ഗാസ്ട്രോ ഡോക്ടറെ കാണിച്ചു. ഡോക്ടറും പറഞ്ഞ് കാര്യമായിട്ടൊന്നുമില്ല, കുറേ മരുന്നൊക്കെ തന്നു, കാര്യമായിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു. എന്നിട്ടും എനിക്കൊരു ഭയങ്കര അസ്വസ്ഥത. ഞാൻ എന്നിട്ട് ഡോക്ടറോട് വീണ്ടും അങ്ങോട്ട് പറഞ്ഞ്, എനിക്ക് എൻഡോസ്കോപ്പി ഒന്ന് ചെയ്താലോ? ഇത്തവണ വായിലൂടെയല്ല, അടിയിലൂടെ ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എൻഡോസ്കോപ്പി ചെയ്തിട്ടും അതിൽ റിസൾട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല, നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അതിനും കുറച്ച് ദിവസം മരുന്ന് കഴിക്കാൻ തന്നു. മരുന്ന് കഴിച്ചു, എനിക്ക് വ്യത്യാസമൊന്നുമില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ആലോചിച്ചു, എൻ്റെ അമ്മാവനൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ഈ ഞെരിഞ്ഞിൽ ഭയങ്കര അത്ഭുത മരുന്നാണെന്ന്. അതുപോലെ തന്നെ അമ്മക്ക് മൂത്രത്തിൻ്റെ പ്രശ്നം വന്നിട്ട് അമ്മാവൻ ഞെരിഞ്ഞിൽ വാങ്ങിക്കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഞെരിഞ്ഞിൽ ഒന്നിട്ട് വെള്ളം കുടിച്ച് നോക്കിയാലോ? വെറുതെ നമുക്ക് മൂത്രത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതും മാറും, പിന്നെ വയറ്റിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വരുമെങ്കിലോ. ഇത് എൻ്റെ ഒരു ടെസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഞാൻ 100 ഗ്രാം ഞെരിഞ്ഞിൽ വാങ്ങി. അന്ന് 40 രൂപയേ ഉണ്ടായിട്ടുള്ളൂ 100 ഗ്രാമിന്. അത് വീട്ടിൽ എല്ലാവർക്കും കൂടിയിട്ട്, സാധാരണ പറയുന്നത് 5-6 പീസ് ഇട്ടിട്ട് വെള്ളം കഴിക്കാനാണ് പറയുന്നത്. നമ്മളെ വീട്ടിൽ ഒരു സ്പൂണ് എടുത്തു, അത് ഒരു 10-20 പീസെങ്കിലും ഉണ്ടാവും. എന്നിട്ട് ഡെയിലി രാവിലെ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് വെച്ച് അത് ഈ 100 ഗ്രാം തീരുന്നവരെ അത് കുടിച്ച്. പക്ഷേ ഇത് മറ്റുള്ള പരസ്യം പറയും പോലെ ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു പോയി, ഞെട്ടിപ്പോയി. എന്താണെന്ന് വെച്ചാൽ
ഇന്ന് കുടിച്ച് തുടങ്ങി. പിറ്റേന്ന് മുതൽ ഭയങ്കര ശരീരത്തിനുള്ള ഒരു ഉന്മേഷം, അതുപോലെ തന്നെ വയറ്റിനൊക്കെ ഒരു വല്ലാത്തൊരു സുഖം. ഇത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, നിങ്ങൾ അനുഭവിച്ച് തന്നെ അറിയണം. ഭയങ്കര സുഖം വയറ്റിന്. അങ്ങനെ ഈ ഒരു 100 ഗ്രാം തീരുന്നവരെ 1 മാസം കഴിച്ചു. വൈഫോടും ചോദിച്ചു, നല്ല എന്തോ ഒരു മാറ്റം ഉണ്ടല്ലേ എന്ന് പറഞ്ഞു. അതേന്ന് പറഞ്ഞു. എല്ലാവർക്കും നല്ലൊരു മാറ്റം തന്നെ, വയറ്റിന് ഭയങ്കര സുഖം. അങ്ങനെ 1 മാസം കഴിച്ചു. 1 മാസം കഴിച്ച്, 1 മാസമൊന്നും കഴിക്കണ്ട, പിറ്റേന്ന് മുതൽ നല്ല സുഖം വന്നു. എന്തായാലും ഈ സാധനം ഉണ്ടല്ലോ, അതങ്ങനെ 1 മാസം കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ 1 മാസം കഴിച്ചപ്പോൾ തന്നെ ഞാനിങ്ങനെ എപ്പോഴും വയറ്റിൽ ഇങ്ങനെ തപ്പി നോക്കും, എന്താണ് എവിടെയാണെന്നൊന്നും കാണാത്ത, ഒന്നും പ്രശ്നമൊന്നും കാണാത്ത എന്നൊക്കെ. വളരെ നല്ല ആശ്വാസം കിട്ടി. അപ്പോൾ ഈ ഞെരിഞ്ഞിൽ ഞാൻ അന്ന് പറഞ്ഞ പോലെ ഇതൊരു മുള്ളുള്ള സാധനമാണ്. ഇത് നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ ഈ വെള്ളത്തിലിടുമ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് വെള്ളം കുടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൻ്റെ വേസ്റ്റ് ഉണ്ടാവുമല്ലോ, ഈ വെള്ളം കുടിച്ച് തീരുന്നവരെ അത് അവിടെ തന്നെ വെക്കണം കേട്ടോ. ഒരു പാത്രത്തിൽ, നിങ്ങൾക്ക് ചെറിയ പാത്രത്തിലാണെങ്കിൽ അത് അനുസരിച്ചിട്ട് ഇട്ടാൽ മതി, വലിയ പാത്രത്തിലാണെങ്കിൽ 1 സ്പൂണ് ഇട്ട് തിളപ്പിച്ചാൽ മതി. എന്നിട്ട് കുടിക്കുക. രാവിലെ മുതൽ വൈകിട്ടാകുന്ന നേരം വീട്ടിലിരിക്കുന്ന ആളായാലും ജോലിക്ക് പോകുന്ന ആളായാലും എല്ലാം കൊണ്ടുപോയിട്ട് കുടിക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ആ വേസ്റ്റ് ഉണ്ടല്ലോ, വേസ്റ്റ് ഇടുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. കാരണം എപ്പോഴും പുറത്തൊക്കെ ഇട്ടാൽ കാലിനൊക്കെ തെറിക്കാനുള്ള അവസ്ഥയുണ്ടാവും. എൻ്റെ അമ്മക്ക് കൊടുത്തതിന് ശേഷം, അമ്മ കഴിച്ചതിന് ശേഷം ഈ പുറത്തെല്ലാം വിട്ടിട്ട് എപ്പോഴും എല്ലാ ദിവസവും എൻ്റെ കാലിന് തെറിക്കലേ ജോലിയുള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ ഇത് എനിക്ക് വേണ്ടിയിട്ട് കുടിക്കാൻ തുടങ്ങിയതിന് ശേഷം അതെടുത്തിട്ട് അടുപ്പിൽ തന്നെ ഇട്ട്, അപ്പോൾ അത് ചാരമായി മാറുമല്ലോ, അത് വളരെയധികം സൂക്ഷിക്കണം. അപ്പോൾ 100 ഗ്രാമിന് 50 രൂപയേ ഉള്ളൂ. ഒരു ദിവസം കഴിച്ച് പിറ്റേ ദിവസം തന്നെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് 100% ഉറപ്പായിട്ട് ഇത് കഴിക്കാം. ഗ്യാസിൻ്റെ കംപ്ലൈൻറ്റ് എല്ലാം മാറിക്കിട്ടും. നെഞ്ചരിച്ചൽ, വയറ് പുകച്ചിൽ, വയറുവേദന, അങ്ങനെ ഒരുപാട്, പിന്നെ മൂത്രത്തിൻ്റെ പ്രശ്നങ്ങൾ എല്ലാം മാറിക്കിട്ടും. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, ഈ വീഡിയോ എന്തായാലും ഷെയർ ചെയ്ത് വെച്ചിട്ട് ഇത് കുടിക്കാൻ നോക്കണം. ഷെയർ ചെയ്യാനല്ല, സേവ് ചെയ്ത് വെച്ചിട്ട് ഈ ഒരു ഞെരിഞ്ഞിൽ വാങ്ങിയിട്ട് വെള്ളം കുടിക്കണം. വളരെയധികം സുഖം കിട്ടുന്ന ഒരു കാര്യമാണ് ശരീരത്തിന് മൊത്തത്തിൽ. പിന്നെ മൈൻഡിന് പിന്നെ പറയണ്ട, നമ്മളെ ശരീരത്തിന് സുഖമുണ്ട്, പിന്നെ മനസ്സ് വളരെയധികം ഹാപ്പി അല്ലേ. അപ്പോൾ എല്ലാവരും നല്ല ആരോഗ്യമായിട്ട്, ആരോഗ്യത്തിന് മറ്റ് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഇരിക്കട്ടെ. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഇപ്പം ഞാൻ കുടിച്ചിട്ട് 2 മാസം കഴിഞ്ഞു, 2-3 മാസമായി തോന്നുന്നു. അപ്പോൾ എനിക്ക് പ്രശ്നങ്ങളിലും വളരെയധികം ഗുണമുണ്ട്. അപ്പോൾ വീണ്ടും ഞാൻ ഒരു 100 ഗ്രാം വാങ്ങിയിട്ടുണ്ട് ഈ വീഡിയോ ചെയ്യാനും. അതുപോലെ തന്നെ ഇനി കുറച്ച് ദിവസം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കുടിച്ചു നോക്കാമല്ലോ. അപ്പോൾ വയറിനുള്ള മറ്റേനി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതെല്ലാം പോട്ടെ എന്ന് വിചാരിച്ചിട്ട്. എനിക്കിപ്പം ഗ്യാസിൻ്റെ കംപ്ലൈൻറ്റോ കാര്യമൊന്നുമില്ല. സൗണ്ട് പൊതുവേ ഗ്യാസിൻ്റെ സൗണ്ട് ഇങ്ങനെ വയറ്റുന്നിങ്ങനെയുള്ള സൗണ്ട് ഇങ്ങനെ പുറത്ത് കേൾക്കുമായിരുന്നു, ഗുളു ഗുളു എന്നെല്ലാം ഉള്ള അങ്ങനത്തെ ഒരു സൗണ്ട്. അതെല്ലാവർക്കും ഉള്ളതല്ലേ അല്ലേ. അപ്പോൾ എല്ലാവരും എന്തായാലും ഇത് വാങ്ങിയിട്ട് ഉപയോഗിക്കണം. ഇത് എവിടെയാണ് കിട്ടുമെന്ന് ചിലർക്ക് സംശയം ഉണ്ടാവും. ഇത് അങ്ങാടി മരുന്ന് കടയിൽ കിട്ടും. എന്താ പറയണ്ടത്, അങ്ങാടിയിൽ മരുന്നിൻ്റെ ഈ തറിമരുന്ന്, പച്ചമരുന്ന് ഇതൊക്കെ വിൽക്കുന്ന കടകളില്ലേ, അവിടെ കിട്ടും. ചെറിയ പൈസയേ ഉള്ളൂ. 100 ഗ്രാമിന് ഞാൻ ആദ്യം വാങ്ങുമ്പോൾ 40 രൂപയുണ്ടായിന്, ഇപ്പം വാങ്ങുമ്പോൾ 50 രൂപയായി. പിന്നെ ഇതൊരു ഞെരിഞ്ഞിലിൻ്റെ ഒരു പ്രചാരണം അല്ലെ, പ്രൊമോഷൻ എന്നല്ല കേട്ടോ. കല്യാണം പോലെയുള്ള ഫംഗ്ഷനിൽ പങ്കെടുത്താൽ കീഴുവായി വന്നാലുള്ള ബുദ്ധിമുട്ട് നമ്മളെല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇത് കുടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇത് അത്രയും ഗംഭീരമായ മരുന്ന്, അതെല്ലാവരും ഉപയോഗിക്കണേ.